എല്ലാം ഫൈനൽ തീരുമാനമെടുക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തൃണമൂൽ ജയിക്കില്ല. ഈ അൻവർ ഒരു തെറ്റായ തീരുമാനമായി പോയോ? അല്ല, അത് ഓരോരുത്തർക്കും സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കാൻ അവകാശമുണ്ട്. ഇപ്പൊ അൻവറിന്റെ വിഷയമില്ലല്ലോ, കാരണം അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി. ഞങ്ങൾക്ക് തൃണമൂലുമായിട്ട് ചേരാൻ കഴിയും. വയനാട്ടിലെ DCC അധ്യക്ഷനെ അടക്കം മാറ്റണമെന്ന് പറഞ്ഞ വലിയൊരു ആവശ്യത്തിലേക്ക് പോകുന്നുണ്ട്. അതിപ്പോ സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ച് ട്രയൽ റിസൾട്ട് ഞങ്ങൾ ആരെയും സംരക്ഷിക്കില്ല. സർക്കാർ അന്വേഷിക്കേണ്ട അന്വേഷണം പോലെ നടക്കും. അതിന്റെ തീരുമാനം അനുസരിച്ച് ബാക്കി കാര്യങ്ങൾ അന്നാലോചിക്കും. ഞങ്ങൾ ഒരിക്കലും CPM-ന്റെ പോലെ ഞങ്ങൾക്ക് പാർട്ടി കോടതിയില്ല. ഞങ്ങൾ അന്വേഷിക്കുന്നത് NM വിജയന്റെ കുടുംബത്തെ സംരക്ഷിക്കാനാണ് പാർട്ടി തീരുമാനം. ആ കുടുംബം കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നത് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ആ കാര്യത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനം പാർട്ടി കഴിക്കും. വളരെ നേരത്തെ ആണെങ്കിൽ മുഖ്യമന്ത്രി ചെറിയുള്ള ചർച്ചകളാണ് കോൺഗ്രസ് നടക്കുന്നതെന്നാണ് പൊതുവെ വരുന്നത്. ചെന്നിത്തലയെ എല്ലായിടത്തും അദ്ദേഹത്തിന് സ്വീകരണം കിട്ടുന്നു. ഞങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഞങ്ങളുടെ നയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ചർച്ചയില്ല. അത് ഇപ്പോഴത്തെ പല പ്രശ്നങ്ങളുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനുള്ള ചില ശ്രമമാണ്. പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ കുറിച്ച് ചർച്ച നടക്കേണ്ട സമയത്ത് 26ന്റെ കാര്യങ്ങൾ ഇപ്പം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾ 25ന്റെ അജണ്ടയായിട്ട് പഞ്ചായത്ത് ഇലക്ഷൻ അജണ്ടയായിട്ട് മുന്നോട്ട് പോകും. രാഷ്ട്രീയകാര്യ സമിതി നാളെ ചേരാനാണ് തീരുമാനിക്കുന്നത്. 15-ാം തീയതി AICC ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടത്തുന്നത്. ആ കമ്മിറ്റിയിൽ പങ്കെടുക്കേണ്ട AICC ജനറൽ സെക്രട്ടറിമാരെ PC വേണുഗോപാൽ, ദീപാദാസും എത്തിച്ചേരാൻ പ്രയാസമുണ്ട് എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് അത് മാറ്റി വെച്ചിട്ടുള്ളത്. 15-ാം തീയതി ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം അവരുടെ കൂടെ സൗകര്യത്തിൽ തീയതി നടക്കും. അതിപ്പോൾ അസംബ്ലി ആരംഭിക്കുമ്പോൾ ഏതാണ്ട് എല്ലാ കക്ഷി നേതാക്കളും തിരുവനന്തപുരത്തും 15-ാം തീയതിക്ക് ശേഷം കേന്ദ്ര നേതൃത്വം ആരംഭിച്ച് തീയതി നിശ്ചയിക്കും. കോൺഗ്രസിന് മറ്റെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇത് സംബന്ധിച്ച് ഒരു കൺഫ്യൂഷനില്ല. യോഗങ്ങൾ മാറ്റിവെക്കുന്ന ചില സന്ദർഭങ്ങളിൽ പതിവാണ്. കോൺഗ്രസിന്റെ യോഗം മാറ്റിവെക്കുമ്പോൾ അത്ര ചർച്ചയാവുന്നു. അത് ചർച്ചയ്ക്ക് ഒരു അടിസ്ഥാനമില്ല. ഈ ഒറ്റ കാരണം കൊണ്ടാണ് മാറ്റിവെച്ചത്. അത് ഇന്നലെ തന്നെ അതിനെക്കുറിച്ച് ചില സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇന്ന് കൺഫേം ആക്കി അറിയിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞതൊന്ന് മാറ്റുന്നത് നല്ലതാണ്. കാരണം അവർക്ക് 15-ാം തീയതി വരെ ഡൽഹിയിൽ തന്നെ വരണം എന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ്. അതിന് ശേഷം നടക്കും. അതേസമയം ഈ മറ്റൊരു വിഷയം PV അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി എന്നുള്ള ഇതാണ് വന്നിരിക്കുന്നത്. എങ്ങനെ കാണുന്നുണ്ട്? അല്ല, തൃണമൂൽ കോൺഗ്രസുമായിട്ട് ഞങ്ങൾക്ക് സഖ്യം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിൽ അംഗമാണെങ്കിൽ അവരെല്ലാ പ്രവൃത്തിയും കോൺഗ്രസിനെതിരാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിനെ പോലും അവർ ചോദ്യം. ബംഗാളിൽ ഞങ്ങളുടെ കഴിഞ്ഞ ലോക്സഭയിൽ ഞങ്ങളുടെ പാർട്ടി നേതാവായിരുന്ന അധീർ രഞ്ജൻ ചൗധരിയെ BJP-യുമായി ചേർന്ന് തോൽപ്പിച്ചതാണ്. അതുകൊണ്ട് അവരുമായിട്ട് ഞങ്ങൾക്ക് കേരളത്തിൽ യോജിക്കാൻ പറ്റും.